ലാഫിംഗ് വില്ലയിൽ ഇനി ആ ചിരിയുടെ അലയൊലികൾ ഉണ്ടാകില്ല. ചിരിയുടെ രാജാവ്, ചിരിയുടെ ആശാൻ, നടനും മിമിക്രി താരവുമായ സലീം കുമാർ വിടവാങ്ങി. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 3 മണിക്ക് പറവൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടക്കും. താൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചടങ്ങുകൾ എങ്ങനെ നടത്തണം എന്നതുപോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. ആ ആഗ്രഹത്തെക്കുറിച്ച് മുൻപ് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം വീട്ടുകാരോട് അറിയിക്കുകയും ചെയ്തതാണ്. താൻ മരണപ്പെട്ടാൽ മതപരമായ ചടങ്ങുകൾ എല്ലാം തന്നെ ഒഴിവാക്കണം, അസ്ഥി പുഴയിൽ അവിടെ ഒഴുക്കേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആ ആഗ്രഹം തുറന്നു പറഞ്ഞത്. അതുപോലെ തന്നെ പരവൂരിലെ ഇരുനില വീടിന് അദ്ദേഹം ഇട്ടിരുന്ന പേര് പോലും ലാഫിംഗ് വില്ല എന്നതായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ തന്നെ കുടുകുടെ ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീര്, അതായത് നമുക്ക് വളരെയധികം സങ്കടം തരുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു നടനാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. മിമിക്രി വേദികളിലൂടെ തന്നെ സിനിമാ ലോകത്തേക്ക് എത്തിയ സലീം കുമാർ ഹാസ്യവും വൈകാരിക രംഗങ്ങളും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ കൂടിയായിരുന്നു. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള വേദികളിലൂടെയായിരുന്നു ടെലിവിഷൻ രംഗത്തേക്കും പിന്നാലെ തന്നെ സിനിമാ ലോകത്തേക്കും അദ്ദേഹം എത്തിയത്. ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ സിനിമ. അന്നു മുതൽ ഇന്ന് വരെ തമിഴ് ചിത്രങ്ങളിലും ബംഗാളി ചിത്രങ്ങളിലും ഉൾപ്പെടെ തന്നെ 300-ലേറെ തന്നെ ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. അതേപോലെ തന്നെ പറവൂർ മന്നത്ത് ജനിച്ച സലീം കുമാർ ആകട്ടെ കൊച്ചി കലാഭവനിലൂടെയാണ് തന്റെ കലാജീവിതം ആരംഭിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെ പോലും ചിരിച്ചുകൊണ്ട് തോൽപ്പിച്ച കഠിനാധ്വാനം കൊണ്ടും ആ പ്രതിഭ കൊണ്ടും മാത്രം സിനിമയിലേക്ക് കടന്നു വന്ന ഒരു കലാകാരനാണ് സലീം കുമാർ. തുടക്കകാലത്ത് വെറും ഒരു കോമഡി താരം മാത്രമായി അദ്ദേഹം സിനിമാ ലോകം അവിടെ മാറ്റി നിർത്തിയെങ്കിൽ പോലും തൻ്റെ ഉള്ളിലെ നടനെ അടയാളപ്പെടുത്താൻ വലിയൊരു അവസരത്തിനായി അദ്ദേഹം കാത്തിരുന്നിരുന്നു. 2005 സലീം കുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച 2ാമത്തെ നടനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. 2010 ആദമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീം കുമാർ കരസ്ഥമാക്കിയിരുന്നു. 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. ചിത്രം അയാളും ഞാനും തമ്മിൽ 2017 പുറത്തു വന്ന ആദ്യ സംവിധാന സംരംഭമായ കുറഞ്ഞ ജൂതൻ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായിട്ടുണ്ട്. 2018 ജയറാമിനെ നായകനാക്കി ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം എന്ന ചിത്രവും സലീം കുമാർ സംവിധാനം ചെയ്തു. കലാഭവൻ വേദികളിൽ നിന്ന് ദേശീയ പുരസ്കാര വേദി വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര കഠിനാധ്വാനം കൊണ്ട് തീർത്ത വിജയ കഥയായി തന്നെ മലയാളികൾ ഇന്നും ഓർക്കും. അതുമാത്രമല്ല, അദ്ദേഹമാകട്ടെ അത്രയധികം ചിരിപ്പിക്കുന്നതും അതിലേറെ തന്നെ ചിന്തിപ്പിക്കുന്ന ഏറെ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു മഹാനടൻ കൂടിയാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. അതേസമയം ശ്വാസമുട്ട് നേരിട്ടതിനോട് കൂടി തന്നെ സലീം കുമാറിനെ കഴിഞ്ഞ ദിവസം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂമോണിയയും രക്തത്തിലെ അണുബാധയും അനുഭവപ്പെട്ടതോടുകൂടി തന്നെ വെന്റിലേറ്റർ, ആന്റിബയോട്ടിക്കുകൾ, ഡയാലിസിസ് അടക്കമുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു. ഇതിനിടയിൽ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി തന്നെ കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് താരം ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ലിവർ സിറോസിസ് ബാധിച്ചു മദ്യപാനം കൊണ്ടല്ല എന്നും അത് പാരമ്പര്യമായി ലഭിച്ച അസുഖമാണ് എന്നും അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. രോഗാവസ്ഥയിലായിരുന്ന കാലയളവിൽ വ്യാജ ചികിത്സകൾ തേടേണ്ടി വന്നതും അത് ആരോഗ്യനില വഷളാക്കിയതുപോലും താരം ഇതിനു മുൻപേ പരസ്യമായി തന്നെ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.